ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കല്ലറയുടെ കലവറയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യം കുറച്ച് സവാളയും ഒരു പച്ചമുളകും ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അതൊക്കെ മതി. ഇതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കടുകെല്ലാം ഇട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിൽ 1-2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ഇടാം. ഇതിലേക്ക് നമ്മൾ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതൊന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്കിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഇതിലേക്ക് നമ്മൾ സവാള എടുത്തിട്ടുണ്ട്. സവാള ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 250 ഗ്രാം ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് സവാള മാത്രം മതി. പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് അതും ചേർത്ത്, പിന്നെ നമ്മുടെ ഇതിനാവശ്യമായ കറിക്ക് ആവശ്യമായ അല്ലെങ്കിൽ ഈ മെഴുക്ക് പുരട്ടിക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കി നമുക്ക് അടച്ച് വേവിക്കാം. അടയ്ക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് വഴണ്ടി കിട്ടും. ആണല്ലേ, വളരെ പെട്ടെന്ന് തന്നെ ഈ സവാളയെല്ലാം വഴണ്ടി കിട്ടും. വഴണ്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതോടൊപ്പം തന്നെ 1 സ്പൂൺ മുളക് പൊടിയും ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടിയും അതുകൂടെ ചേർക്കാം. അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഈ പൊടികളെല്ലാം എണ്ണയിൽ തന്നെ ഒന്ന് മൂത്ത് റെഡിയായി വരും. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറി നല്ലതുപോലെ വഴണ്ടി വരും. അപ്പോൾ ഡ്രൈ ആയി വരും. അപ്പോഴത്തേക്കും നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഈ മസാല ഈ ഉരുളക്കിഴങ്ങിൽ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് പാത്രത്തിൻ്റെ മധ്യഭാഗത്തേക്ക് നീക്കി വെച്ചതിന് ശേഷം കുറച്ച് സമയം അടച്ച് വേവിച്ച് കൊടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു മീഡിയം വേവാകുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു അര സ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര സ്പൂൺ ഗരം മസാലപ്പൊടിയും നമുക്കിതിലേക്ക് ചേർക്കാം. അതുകൂടെ ചേർത്ത് നല്ലതുപോലെ വീണ്ടും ഒന്നുകൂടി ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിനെ അടച്ച് വേവിക്കാം. ശ്രദ്ധിക്കാം, മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെച്ചിരിക്കുന്നത്. നമ്മളിതിൽ വെള്ളം അല്പം പോലും ചേർത്തിട്ടില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് വേവിച്ചെടുക്കാൻ. വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി വരും. ഇപ്പോൾ ഏകദേശം അത് ഉരുളക്കിഴങ്ങെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ വെന്ത് റെഡിയായി. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി റെഡിയായിട്ടുണ്ട്. ഇനി മല്ലിയില ഉണ്ടെങ്കിൽ ഒരല്പം മല്ലിയിലയോ കുറച്ച് കറിവേപ്പിലയോ ഒക്കെ ഇട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇളക്കി മിക്സ് ചെയ്യാം. നമുക്കിത് ചൂടോടെയും തണുത്താലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഊണിനോടൊപ്പം ആണെങ്കിലും അതുമല്ലെങ്കിൽ ചപ്പാത്തിയോടൊപ്പം ആണെങ്കിലും ഒക്കെ ഇത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായ ഒരു വിഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പികളുമായിട്ട് വീണ്ടും വരാം. സ്നേഹപൂർവ്വം, കല്ലറയുടെ കലവറ.